വിദേശ നാടുകളിൽ പോയാലും ഞങ്ങൾ ഖത്തറിൽ ഈ കഴിഞ്ഞ ആഴ്ച അല്ല അതിന്റെ തൊട്ടു മുമ്പുള്ള ആഴ്ച ഖത്തറിൽ ICF-ന്റെ കുവൈത്തിൽ ICF-ന്റെ മഹദറത്തുൽ ബദരിയയുടെ ഉദ്ഘാടന സദസ്സിൽ പോയിരുന്നു. അവിടെയും ഞാൻ വളരെ ശക്തമായിട്ട് ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടിയുടെ കട്ടിങ്ങിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണുള്ളത്. പല മുസ്ലിം വീടുകളിലും ദീനി പ്രവർത്തന രംഗത്ത് ഞങ്ങൾ നേതൃനിരയിലുണ്ട്, ദീനി സേവന രംഗത്ത് ഞങ്ങൾ നേതാക്കളാണെന്ന് പറയപ്പെടുന്ന വീടുകളിലുള്ള മക്കളുടെ കോലം കണ്ടാൽ അള്ളാഹുവിന്റെ ദീനിനെ വില വെക്കാത്ത നിലക്ക്, ഈ ദീനിനെ അവഹേളിക്കുന്ന നിലക്ക് ചെറിയ 3, 4, 5 വയസ്സ് പ്രായമുള്ള കുട്ടികളെ തല പോലും മുകൾ ഭാഗം മുൻവശം ഇങ്ങനെ പൊക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡ് താഴ്ത്തി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വര വരച്ച് മുകൾ ഭാഗം കൂടുതൽ ബാക്ക് സൈഡ് താഴ്ചയിൽ. ഞാൻ പറയുന്നു, ഇത് മുസ്ലിമിന്റെ വേഷമാണോ? ഈ കട്ടിങ് ഇത് ഇസ്ലാമിന് പറ്റൂല, ഇത് മുസ്ലിമിന് പറ്റൂല, ഇത് ഖുർആന്റെ അനുയായികൾക്ക് പറ്റൂല, ഇത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് പറ്റിയതല്ല, തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ മുഹബ്ബീങ്ങൾക്ക് പറ്റിയതല്ല. അതുകൊണ്ട് ഈ രൂപേണ നമ്മുടെ മക്കളോ നമ്മുടെ പേരമക്കളോ മക്കളെ മക്കളോ ഈ രൂപേണ മുടി കട്ട് ചെയ്യുന്ന വളരെ ദുഷിച്ച സംസ്കാരത്തിൽ വല്ല മോശപ്പെട്ട ആളുകളും പരിഷ്കാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കോലം കെട്ടിയാൽ, ഏത് ഭ്രാന്തൻ കോലം കെട്ടാനും മുസ്ലിം ചെറുപ്പക്കാർക്ക് മടിയില്ലാത്ത അവസ്ഥ വന്നാൽ ഈ രൂപേണ നമ്മുടെ മുസ്ലിം സഹോദരിമാർ, യുവതികൾ, ചെറിയ കുട്ടികളെ മുടി കട്ട് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, അത് മുസ്ലിമിന് പറ്റിയ കോലമല്ല. ഈ ദീൻ ഇവിടെ നമ്മിലേക്ക് കൈമാറാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗത്തിന് പരിധിയില്ല. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ, വയറുവേദന കൊണ്ട് അസഹ്യമായ സമയം വയറ്റത്ത് പാറക്കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് കൈമാറാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അസ്ഹാബ് കുടിക്കാൻ വെള്ളമില്ലാതെ തലകറങ്ങി വീണിട്ട് രണാങ്കണത്തിൽ പെടഞ്ഞ് ഷഹീദായിട്ടുണ്ടെങ്കിൽ, എത്രത്തോളം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയ കൈയിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയം അവിടെ നിന്ന് പറഞ്ഞത്, ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ കൈയെ, നീ വെറും ഒരു കൈയല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന, രക്തം പമ്പ് ചെയ്യുന്ന, ബ്ലഡ് ചീറ്റി ഒഴുകുന്ന കൈനെ നോക്കിയിട്ട് ഈ പരിശുദ്ധ ദീനിനെ ഒരു മങ്ങൽ പോലും ഏൽക്കാതെ, ഒരു പോറലും ഏൽക്കാതെ നമ്മിലേക്ക് കൈമാറിയിട്ട് മഹാന്മാരായ അയിമ്മത്ത് പരിശുദ്ധ ഇസ്ലാമിൽ അഹ്ലുസുന്നയിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന, തിളച്ചുമറിയുന്ന ചെമ്പിലെ എണ്ണയിലേക്ക് ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് സത്യപ്രസ്ഥാനത്തിൽ നിന്ന് പുറകോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ആ ശരീരം മുഴുവനും തിളച്ചുമറിയുന്ന എണ്ണയിൽ പപ്പടം പോലെ മുക്കിയെടുത്തിട്ട് ഈ പരിശുദ്ധ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അവസ്ഥ മഹാന്മാരായ അയിമ്മത്തുകളുടെ കിതാബുകളിൽ, മുൻകാല മഹാന്മാരെ താരീഖുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ദീനിന്റെ അഹ്ലുകാരാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ദീനിനെ കൊച്ചാക്കിയിട്ട് ഈ ദീനിനെ പറയിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും സിനിമാ നടനോ സീരിയൽ നടനോ വല്ല ക്രിക്കറ്റ് കളിക്കാരനോ വല്ല ഫുട്ബോളിന്റെ ആളോ ഏതെങ്കിലും ഒരു ഭ്രാന്തമായ കോലം കിട്ടിയാൽ ആ കോലം തിരഞ്ഞെടുത്തിട്ട് മുസ്ലിം ചെറുപ്പക്കാരൻ അവരെ പിന്തുടർന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തിന് കാറ്റിൽ പറത്തിയിട്ട് തെമ്മാടിയായിട്ട് ജീവിക്കാൻ ഒരുമ്പെട്ടാൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ അറിയണം, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. എനിക്കറിയാം, ബായാറിൽ വരുന്ന, ഞാൻ വീട്ടിലുള്ള സമയം ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം 10,000-ഓളം ആളുകൾ തിങ്കൾ ചൊവ്വ ദിവസം വീട്ടിൽ വരും. എത്രയോ